കരിമ്പുഴ നബീസ കൊലപാതകം പേരക്കുട്ടിയും ഭാര്യയും കുറ്റക്കാരാണെന്ന് കോടതി. കുപ്രസിദ്ധമായ കോഴിക്കോട് കൂടത്തായി കേസിനോട് സാദൃശ്യമുള്ള കരിമ്പുഴ നബീസ കൊലപാതകത്തിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. കരിമ്പുഴ തോട്ടര സ്വദേശി 71-കാരിയായ നബീസയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിലാണ് പേരക്കുട്ടിയും ഭാര്യയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. പടിഞ്ഞാറേതിൽ ബഷീർ, ഭാര്യ കണ്ടമംഗലം സ്വദേശി ഫസീല എന്നിവർ കുറ്റക്കാരാണെന്നാണ് കോടതി അറിയിച്ചത്. 2016 ജൂണിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടത്തിയത്. ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡരികിൽ നബീസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇതിന് 4 ദിവസം മുൻപ് ബഷീർ നബീസയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 22-ന് രാത്രി ചീരക്കറിയിൽ ചിതലിനടിക്കുന്ന മരുന്ന് ചേർത്ത് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവാതിരുന്നതോടെ രാത്രി ബലപ്രയോഗത്തിലൂടെ നബീസയുടെ വായിൽ വിഷം ഒഴിച്ചാണ് കൊലപ്പെടുത്തിയത്. ആത്മഹത്യയാണെന്ന ധാരണ വരുത്താൻ ഫസീല ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കുകയും ബഷീർ മറ്റൊരു കടലാസിലേക്ക് പകർത്തി എഴുതുകയുമായിരുന്നു. മൃതദേഹം ഒരു ദിവസം വീട്ടിനകത്ത് സൂക്ഷിച്ച ശേഷം പിറ്റേന്ന് രാത്രി റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ മൃതദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പാണ് പ്രതികളെ കണ്ടെത്താൻ വഴിത്തിരിവായത്. നബീസ നിരക്ഷരയാണെന്ന ബന്ധുക്കളുടെ മൊഴി പ്രതികൾക്ക് വിനയായി. ഭർത്തൃപിതാവ് മുഹമ്മദിനെ 2 വർഷം മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഭർത്തൃമാതാവിന്റെ മരണത്തിലും ബന്ധുക്കൾ സംശയിക്കുന്നത് ഫസീലയെയാണ്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും.